നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങൾ നടത്തിയ മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 × 2 ഡിവൈഡഡ് ബൈ 2 - 4 + 5 × 2. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റൂൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പേരാണ് ബോഡ് മാസ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. B for bracket, of division, D for division, M for multiplication അതായത് ഗുണനം, A for addition, S for subtraction. അപ്പോൾ ഫസ്റ്റ് ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ നോക്കണം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാം. 3 × 2 ഡിവൈഡ് ബൈ 2 - 4 + 5 × 2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബ്രാക്കറ്റ് ഉണ്ടോ ഓഫ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നൊന്നുമില്ല. ഇതിനുള്ള ഏതാണ് ഡിവിഷനാണുള്ളത്. ഇതിനകത്ത് ഡിവിഷനുള്ളത് 2/2 ആണ്. അത് ചെയ്യുക. 3 അതുപോലെ തന്നെ എഴുതുക. 2/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2/2 1 -4 + 5 × 2 അതുപോലെ എഴുതി. ദെൻ അടുത്ത് നോക്കുക. ഇതിനകത്തും ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഇല്ല. ഇതിനുള്ളത് ഏതാണ്? മൾട്ടിപ്ലിക്കേഷനാണുള്ളത്. 3 × 1 5 × 2 ആണ് ഉള്ളത്. അപ്പം 3 × 1 3, ബാക്കി അതേപോലെ ചെയ്യുക. -4 + 5 × 2 എത്രയാണ്? 10. ഇതിനകത്തും ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല. അഡീഷനും സബ്ട്രാക്ഷനും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് അഡീഷൻ. -4 + 10 ആണ് ചെയ്യേണ്ടത്. -4 + 10. -4 + 10 എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് ചിഹ്നമുണ്ട്, പോസിറ്റീവ് ചിഹ്നമുണ്ട്. അപ്പോൾ നമ്മൾ കുറയ്ക്കുക. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പം 10 - 4 എത്രയാണ്? 6 ആണ്. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതാണ്? 3 + 6. അപ്പോൾ ആൻസർ എത്രയാണ്? 9. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻസർ A ആണ്. നോക്കാം. 15 + 33 ഡിവൈഡ് ബൈ 11 × 12 ഡിവൈഡ് ബൈ 3 - 10 കണക്കാക്കുക. ഇത് നമ്മൾ സെയിം ടൂൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ബോഡ് മാസ്. ഇതിനകത്ത് ഫസ്റ്റ് എന്താ നോക്കണ്ടേ? ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യുക. 15 + ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എഴുതാം. 33 ഡിവൈഡ് ബൈ 11 × 12 ഡിവൈഡ് ബൈ 3 - 10. ഇപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. 33 ഡിവൈഡ് ബൈ 11 12 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 4 - 10. ഇത് നോക്കുക. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ. ബ്രാക്കറ്റും ഇല്ല, ഓഫും ഇല്ല. ദെൻ നോക്കേണ്ട ഡിവിഷനാണ്. അതിനകത്ത് ഡിവിഷനുള്ളത് ഏതാണ്? ഇതാണുള്ളത്. അപ്പം 15 + 13 ഡിവൈഡ് ബൈ 11 എത്രയാണ്? 3 ആണ്. × 4 - 10. അത് ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതുക. ഇതിനകത്തും ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഇല്ല. ഇതിനുള്ളത് ഏതാണ്? മൾട്ടിപ്ലിക്കേഷനാണ്. ഇതാണ്. അപ്പോൾ 15 + 12 - 10. ഇനിയുള്ളത് അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ ഫസ്റ്റ് ഏതാ ചെയ്യേണ്ടത്? അഡീഷനാണ് ചെയ്യേണ്ടത്. 15 + 12 എത്രയാണ്? 27 ആണ്. 27 - 10 70. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര? അപ്പോൾ ഇത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെ അറിയാമല്ലോ. ഏറ്റവും മുകളിൽ നോർത്ത്, സൗത്ത്, താഴെ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ട്, കിഴക്കെന്ന് പറയുമ്പോൾ ഈസ്റ്റ് സൈഡിലേക്ക്, അപ്പോൾ ഇങ്ങോട്ടേക്ക് നടന്നു. 5 മീറ്ററാണ്. തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ട് നടന്നു. നേർരേഖയിൽ തന്നെ ലംബം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലംബമായി 12 മീറ്റർ വടക്കെന്ന് പറയുമ്പോൾ മുകളിലേക്ക് വടക്കോട്ട് നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള അകലം. ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ, ആദ്യത്തെ ഇവിടെ. അപ്പോൾ ഇതും തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് കർണമാണ്, ഇത് പാദം, ഇത് ലംബം. അപ്പം കർണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബ സ്ക്വയർ. പൈതഗോറസ് തിയറം അറിയാമല്ലോ. പിന്നെ നമുക്ക് എക്സാക്ട് എടുക്കാം. x² = 5² + 12². നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ √5² + 12². x = 5 × 5 25, 12 × 12 144. ഇത് കൂട്ടുമ്പോൾ 169 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? 169 റൂട്ട് എത്രയാണ്? 13. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്?
ഇതും ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ഏറ്റവും മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്. അപ്പം ക്വസ്റ്റ്യനിൽ 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. തെക്കെന്ന് പറയുമ്പോൾ താഴോട്ട്. അപ്പം 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. കിഴക്ക് ഈ സൈഡിലല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോയി 7 കിലോമീറ്റർ. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട്. വലത്തോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ക്ലോക്ക് വൈസ്. ഇടത്തോട്ടെന്ന് പറയുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. നോട്ട് ചെയ്തോളുക. അപ്പോൾ 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം 4 കിലോമീറ്റർ വലത്തോട്ട്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ പിന്നെയും വലത്തോട്ട് സഞ്ചരിച്ചു. എഗെയിൻ ക്ലോക്ക് വൈസ് ആണ്. 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? വീട്ടിൽ നിന്ന് ഇവിടെ തുടങ്ങി ഇവിടെ നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എത്ര ദൂരമാണ്? അപ്പോൾ ഇത്രയും 4 ആയിരിക്കുമല്ലോ. ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 4 ആവും. ഇവിടെ വരെ 12. അപ്പം 12 + 4 16. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ്? സൗത്തിലേക്കാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 16 കിലോമീറ്റർ തെക്കിലാണ്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിലേറ്റവും വലിയ സംഖ്യ ഏത്? ഇപ്പോൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് ആയിരിക്കും ഇതിൻ്റെ മിഡിൽ വരുന്ന സംഖ്യ. അപ്പോൾ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇതിലെ തുക 300 ആണ്. 5 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 300 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 60. അപ്പോൾ 60 ആയിരിക്കും മിഡിൽ വരുന്ന സംഖ്യ. 5 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 60 കഴിഞ്ഞ് 2 എണ്ണം കൂടെ വരും. 60ൻ്റെ മുകളിൽ 2 എണ്ണം. 60 കഴിഞ്ഞാൽ 61, 62, 59, 58. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 62. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തുകൊള്ളുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n+1 ഡിവൈഡ് ബൈ 2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n+1 ഡിവൈഡ് ബൈ 2. ഇതും കൂടെ നോട്ട് ചെയ്തുകൊള്ളുക. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കാം. 1.25 ആണ് സംഖ്യ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മീൻസ് ദശാംശം മാറ്റിയിട്ട് സംഖ്യ അതേപടി എഴുതുക. ഇവിടെ നോക്കുക, 2 മീൻസ് ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 100 എന്നാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 12.5 വന്നായിരുന്നെങ്കിൽ നമ്മൾ 125 ഡിവൈഡ് ബൈ 10 എന്നാണ് കൊടുക്കേണ്ടത്. ഒരു പോയിൻ്റ് ആകുമ്പോൾ 10 കൊടുക്കുക, 2 എണ്ണം ആകുമ്പോൾ 100, അങ്ങനെയാണ് പോണത്. അപ്പോൾ 125 ഡിവൈഡ് ബൈ 100 ഇതിനെ നമുക്ക് വെട്ടി കുറയ്ക്കാം. 5 വെച്ച് ചെയ്യാം. 2 5 10, 5 5 25, 20 പിന്നെ 5 വെച്ച് തന്നെ ചെയ്യാം. 5 5 25, 4 5 20. അപ്പോൾ 5/4. ഇനി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 5/4. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒന്നുകൂടെ നോക്കാം. 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ സംഖ്യ ഒന്ന് എടുത്തെഴുതി. 1.25 നമ്മൾ ഈ ദശാംശം മാറ്റിയിട്ട് സംഖ്യ മാത്രം എഴുതുക. 125. അപ്പോൾ ഇവിടെ 1 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 100 കൊടുക്കുക. ഇനി ഒരു ഡിജിറ്റ് കഴിഞ്ഞാണ് പോയിന്റ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 10 ആയിരുന്നു ചെയ്യേണ്ടിരുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ വെട്ടിക്കുറയ്ക്കുക. അപ്പോൾ ആൻസർ 5/4. 96 ചതുരശ്ര മീറ്റർ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണമുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സമചതുരം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ 4 വശവും ഒരുപോലെ ആയിരിക്കും. എ എന്ന് കൊടുക്കുക ഓരോ സൈഡും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം a². അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ 4a ആയിരിക്കും. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? 196 ചതുരശ്ര മീറ്റർ പരപ്പളവ്, അതായത് വിസ്തീർണ്ണമാണ്. വിസ്തീർണ്ണം എത്ര തന്നിരിക്കുന്നത്? 196 ആണ്. ആ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? a² നമുക്ക് 196 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a കാണുന്നത് എങ്ങനെയാണ്? √196. ദാറ്റ് ഈസ് √196 എന്ന് പറയുന്നത് 14 ആണ്. ആൻസർ എത്രയാണ്? ബി. സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഏത്? ഇപ്പോൾ ശരാശരി 51 എന്ന് പറയുമ്പം ഏറ്റവും മിഡിൽ വരുന്ന സംഖ്യ 51 ആയിരിക്കും. 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 2 1 2. അപ്പോൾ 52 53 50 49. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 49. 122 × 41 = 5002 ആയാൽ 1.22 × 41 എത്രയാണ്?
അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട് 5002 എന്ന്. പക്ഷേ ഇവിടെ വരുമ്പം 1.22 ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസറിൽ 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് എടുക്കണം. 5002 അല്ലേ ആൻസർ വരുന്നത്. അപ്പോൾ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ 1, 2 ഇങ്ങനെ വരണം. അപ്പോൾ ഇതാണ് 50.02. ഒന്നുകൂടെ നോക്കാം. 122 ഇൻറ്റു 41 5002 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1.22 ഇൻറ്റു 41 എത്രയാണെന്നാണ്. രണ്ടും ഒരേ നമ്പേഴ്സ് തന്നെയാണല്ലോ ഗുണിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ സെയിം തന്നെ ആയിരിക്കും. വ്യത്യാസം എന്നേ ഉള്ളൂ, പോയിന്റ് മാറ്റിയിടുക. ഇപ്പോൾ 2 ഡിജിറ്റ് കഴിഞ്ഞാൽ പോയിന്റ് വരുന്നെങ്കിൽ നമ്മൾ ആൻസറിലും 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 50.02. തുക ഒരു വരിയിൽ പിന്നിൽ നിന്ന് 15-മതും മുന്നിൽ നിന്ന് 16-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം, അതായത് ഒരു വരിയിൽ എത്ര പേരുണ്ട് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ പൊസിഷൻസ് തമ്മിൽ കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, പിന്നിൽ നിന്ന് 15-മതെന്ന് പറഞ്ഞിട്ടുണ്ട്, മുന്നിൽ നിന്ന് 16-മതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുക, ഇതിൽ നിന്ന് 1 കുറയ്ക്കാം. 15 16 31 ആണ്. 31 1 കുറച്ച് കഴിഞ്ഞാൽ 30. അപ്പോൾ ആൻസർ 30 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്.